ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ലുങ്കിയെ കുർത്തിയിലേക്ക് മാറ്റുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാനിതാ ഒരു ലുങ്കി ഇവിടെ എടുത്തിട്ടുണ്ട്. പ്ലീറ്റഡ് കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. ഞാൻ കുറേ നാളുകളായി ഇങ്ങനെ ഇൻസ്റ്റാഗ്രാംസിൽ ഓരോരോ ആൾക്കാർ ലുങ്കി ഇങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് ഓരോ മോഡൽ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് കാണുന്നു. അപ്പോൾ ഞാനും കരുതി ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ ലുങ്കിനെ ഞാൻ ആദ്യം ഇതുപോലെ നാലായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബോർഡേഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ രണ്ട് സൈഡിലുള്ള ബോർഡറും ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദ ബോർഡേഴ്സൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സ്കേർട്ട് പോർഷനിലേക്കുള്ള അളവാണ് മാർക്ക് ചെയ്ത് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ 30 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലായിടത്തും കറക്റ്റായിട്ട് 30 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി ആ പീസ് മാറ്റി വെച്ചിട്ട് നമുക്ക് മുകളിലുണ്ടായ ആ ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ബോഡി പാർട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചും ഷോൾഡർ 3 ഇഞ്ചുമാണ് എടുക്കുന്നത്. രണ്ടും കൂടി 6 ഇഞ്ച് എടുക്കുന്നുണ്ട്. അതുപോലെ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 5 ഇഞ്ചാണ്. ബാക്ക് നെക്കിൻ്റെത് 3 ഇഞ്ചാണ് എടുക്കുന്നത്. ആം ഹോൾ എടുക്കുന്നത് 7 ഇഞ്ചാണ്. ഞാൻ എൻ്റെ അളവിനനുസരിച്ചിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫ്രണ്ട് നെക്ക് ഇതുപോലെ ഒന്ന് ബോക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെസ്റ്റ് റൗണ്ട് എടുക്കാം. ഞാൻ 9.5 ഇഞ്ചാണ് ചെസ്റ്റ് റൗണ്ട് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് 11 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ വേസ്റ്റ് റൗണ്ട് എടുക്കുന്നത് 8 ഇഞ്ചാണ്. അതിൻ്റെ കൂടി ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് 10 ഇഞ്ചിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 1.5 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പിൽ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ചെറുതായിട്ട് ഒരു 1/2 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് നമുക്ക് ബാക്ക് പാർട്ടിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നെക്കിൻ്റെ അവിടെ ഞാൻ ബാക്ക് നെക്കിൻ്റെ അളവ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 3 ഇഞ്ചാണ് ബാക്ക് നെക്ക് എടുക്കുന്നത്. അപ്പോൾ അതും ഒന്ന് ബോക്സ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഞാൻ റൗണ്ട് ഷേപ്പായിട്ടല്ല അങ്ങനെ എടുക്കുന്നത്. ഇതുപോലെ ചെറിയൊരു ഷേപ്പിലാണ് എടുക്കുന്നത്. നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ ഒരു ഇഞ്ച് മുകളിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടൊന്ന് ചെരിച്ച് വരച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാർട്ടിലൂടെയാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിൻ്റെ കട്ടിങ്ങിലേക്ക് കിടക്കാം. ഞാനെപ്പോഴും താഴത്ത് നിന്ന് കട്ട് ചെയ്ത് ശീലിച്ചുകൊണ്ട് എനിക്കെപ്പോഴും താഴത്താണ് കത്രിക എപ്പോഴും പോവുക. ഏറ്റവും നല്ലത് മുകളിൽ നിന്ന് കട്ട് ചെയ്യുന്നതാണ്. ഞാൻ താഴത്തു നിന്ന് കട്ട് ചെയ്ത് ശീലമായതുകൊണ്ട് താഴത്തു നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമ്മൾ വരച്ച് അതിലൂടെ തന്നെ കട്ട് ചെയ്തെടുക്കുവാണ്. അത് ഞാൻ ബാക്ക് പാർട്ടിൻ്റെ പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്ക് നെക്ക് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സിമ്പിൾ റൗണ്ട് ഷേപ്പിലാണ് ബാക്ക് നെക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബാക്ക് നെക്കും റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ പീസ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഫ്രണ്ട് പാർട്ടിൻ്റെ പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ ആം ഹോളിൻ്റെ അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഫ്രണ്ട് നെക്കും അതുപോലെ ഒന്ന് ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഫ്രണ്ട് നെക്ക് എങ്ങനെയാണ് വരുന്നത് എന്ന് ഇതിൽ നിന്ന് കാണാം. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെയാണ് ഫ്രണ്ട് നെക്കിൻ്റെ ഡിസൈൻ എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ ബാക്ക് പാർട്ടാണ്. ഇനി ഇതവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ബാക്ക് നെക്കിന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് പീസാണ്. അതായത് ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. അത് തന്നെ ഞാൻ ക്രോസ് പീസ് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളുടെ ബാക്ക് നെക്കിൻ്റെ നല്ല വശത്ത് ക്രോസ് പീസിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ റൗണ്ടായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എഡ്ജിലൊക്കെ ഒന്ന് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് തിരിച്ച് വെച്ചിട്ട് അടിക്കാം. മടക്കി അടിക്കുന്നതിന് മുന്നേ ഞാനിതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് പതിച്ചുകൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് മടക്കി ഉള്ളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഞാൻ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കട്ട് ചെയ്യാണ്ട് വെച്ച ലുങ്കിയുടെ ബോർഡർ പാർട്ടില്ലേ, ആ പാർട്ട് ഞാൻ ഇതുപോലെ രണ്ട് സൈഡും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ആ ഭാഗം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഇതുപോലെ രണ്ട് സൈഡും ഒരുമിച്ച് വെച്ചിട്ട് ആ ബോർഡർ ഇതിന് ശേഷമുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം അതും അതുപോലെ തന്നെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ നല്ല വശവും സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് വെച്ചിട്ട് പ്ലേറ്റ് ഇട്ട് കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് സെൻറ്ററിലൊരു മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ലുങ്കി ആയതുകൊണ്ട് തന്നെ അധികം പ്ലീറ്റ്സ് ഒന്നും കിട്ടില്ല, കുറച്ച് പ്ലീറ്റ്സ് കിട്ടുള്ളൂ. അപ്പോൾ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ് ഇടുന്നത്. ഫൈനൽ പാർട്ട് നമ്മൾ അറ്റത്തോടെ എത്തുമ്പോഴേക്കും പ്ലീറ്റ്സ് അങ്ങനെ ഇടേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഒരു മുക്കാൽ ഭാഗം പ്ലീറ്റ്സ് ആണ് നമുക്ക് ഇതിലിടാൻ പറ്റുക. അപ്പോൾ ബാക്ക് പാർട്ട് ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. ഞാനിതുപോലെ ക്യാൻവാസ് നമ്മുടെ ഒരു പീസിൽ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അതപ്പോൾ നമുക്ക് നേരത്തെ ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്തതുപോലെ നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശവും അയൺ ചെയ്തതിൻ്റെ നല്ല വശവും കൂടെ വെച്ചിട്ട് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നേരെ ക്യാൻവാസ് ഉള്ളിലേക്ക് തിരിച്ചിട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമുക്കിതിൻ്റെ എഡ്ജ് പോർഷനൊക്കെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്ന് പ്രസ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് തുണി മടക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് ഫ്രണ്ട് നെക്ക് വരുന്നത്. ഇനി നമുക്ക് ഈ ബോഡി പാർട്ടിലേക്ക് നമ്മുടെ നേരത്തെ സ്കേർട്ട് പാർട്ടും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നേരത്തെ പോലെ തന്നെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ടിട്ട് നല്ല വശവും ചേർത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് രണ്ട് ഷോൾഡേഴ്സും ജോയിൻ ചെയ്ത് കൊടുക്കാം. ഷോൾഡറിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ രണ്ട് സൈഡിലും അടിവശം നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് ലുങ്കി ആയതുകൊണ്ട് തന്നെ എല്ലാ സൈഡും ഒന്ന് ലോക്കും കൂടെ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഇത് നൂലിങ്ങനെ പിന്നി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാ സൈഡും ലോക്കും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ബോർഡറിൽ കുറച്ച് തുണി പോയത് കൊണ്ട് തന്നെ സ്ലീവിന് കുറച്ച് തുണി ഷോർട്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് പീസുകളൊക്കെ ജോയിൻ ചെയ്തിട്ടാണ് സ്ലീവ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഞാൻ സ്ലീവൊക്കെ ഒന്ന് ജോയിൻ ചെയ്തതിന് ശേഷമാണ് കട്ട് ചെയ്തത്. അപ്പോൾ സൈഡ് പാർട്ടൊക്കെ ഇതുപോലെ കട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ സ്ലീവിൻ്റെ ഏകദേശം ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അളവുകൾ എടുത്തിട്ടുള്ളത് 7 ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. അതുപോലെ 3 ഇഞ്ച് ഷേപ്പ് കൊടുത്തിട്ട് അതിന് ശേഷം താഴോട്ടേക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തു. പിന്നെ സ്ലീവ് റൗണ്ട് ഒരു 10 ഇഞ്ചിൻ്റെ ആവശ്യമില്ല, 7 ഇഞ്ച് 5 ഇഞ്ചാണ് അളവ് വരുന്നത്, 5-5.5 ഇഞ്ചാണ് അളവ് വരുന്നത്. അതിന് ശേഷം ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ആ ഭാഗവും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ സ്ലീവിൻ്റെ സെൻറ്റർ പോർഷനിൽ ചെറിയ എലാസ്റ്റിക്കും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്ലീവിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഇതുപോലൊരു ചെറിയ എലാസ്റ്റിക്കിൻ്റെ പീസ് എടുത്തിട്ട് അത് വലിച്ചു പിടിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സാധാ ലുങ്കി ആയതുകൊണ്ട് നോർമൽ സ്ലീവ് വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ പിന്നെ ആകെ കുറച്ച് തുണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ചൊന്ന് മാറ്റി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് എലാസ്റ്റിക്കും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഷോർട്ട് സ്ലീവ് ആയിപ്പോയി. കുറച്ചും കൂടെ ലെങ്ത് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ സ്ലീവിൻ്റെ അറ്റം മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എലാസ്റ്റിക് അതിന് ശേഷം സ്റ്റിച്ച് ചെയ്തുകൊണ്ട് തന്നെ എലാസ്റ്റിക്കിൻ്റെ പീസ് ഇതുപോലെ പുറത്തേക്ക് ഉണ്ടായിരുന്നു. അത് നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാനേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ എലാസ്റ്റിക് മാത്രം ഒന്ന് ഉള്ളിലേക്കാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്തത്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ഷോൾഡറിൻ്റെ നല്ല വശവും പിന്നെ നമ്മുടെ സ്ലീവിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ടുണ്ട്. സെൻറ്ററിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ എലാസ്റ്റിക് വെച്ച ആ സെൻറ്റർ പോയിൻറ്റിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ആദ്യം സെൻറ്ററിൽ നിന്ന് തുടങ്ങിയിട്ട് ഒരറ്റത്തേക്കും നേരെ അവിടുന്ന് തിരിച്ച്
സെൻറ്ററിലേക്ക്, പിന്നെ നേരെ മറ്റേ അറ്റത്തേക്ക്, അവിടുന്ന് നേരെ തിരിച്ച് സെൻറ്ററിലേക്ക്. അങ്ങനെയാണ് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാറ്. അപ്പോൾ നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് കറക്റ്റ് അളവുകൾ മാർക്ക് ചെയ്തിട്ട് 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവ് റൗണ്ട് 5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതും നമ്മുടെ ചെസ്റ്റ് റൗണ്ടിൻ്റെ 9.5 ഇഞ്ചും പിന്നെ ഷേപ്പിൻ്റെ അവിടെ വേസ്റ്റിൻ്റെ അവിടെ 8 ഇഞ്ച്, ആ ഒരു 3 അളവുകളാണ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത് കറക്റ്റ് അളവിൽ. പിന്നെ അവിടുന്ന് നേരെ താഴേക്ക് നമ്മൾ എത്രയാണോ ആ പ്ലീറ്റിൻ്റെ അറ്റമുള്ളത് ആ ഒരു സൈഡ് ഭാഗത്തേക്ക് താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ഇത്രയേ ഉള്ളൂ സ്റ്റിച്ചിങ് പാർട്ട് ഇവിടെ കഴിയുകയാണ്. ഇനി നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്നൊന്ന് കണ്ടു നോക്കാം. ഞാൻ ചെറുതായിട്ടൊന്ന് ഹാൻഡ് പെയിൻറ്റും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, എനിക്ക് കാര്യമായിട്ട് അങ്ങനെ പെയിൻറ്റിങ് അറിയില്ല. അപ്പം ഫൈനൽ ലുക്ക് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലുങ്കിയുടെ ഫൈനൽ ലുക്ക് വരുന്നത്. യെല്ലോ കളറിലുള്ള ചെറിയൊരു ഹാൻഡ് പെയിൻ്റാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. താങ്ക്